മാത്സ്യൂൾ എന്ന എൻ്റെ മാത്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് 5 ട്രിക്കുകൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 5 ട്രിക്കുകൾ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൽ 35 × 35 46 ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് എന്താണ് എന്ന് പഠിപ്പിക്കുകയും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു എക്സാമ്പിളിലൂടെ വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ശേഷി കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും കിട്ടുന്നതാണ്, ഇതിന് പ്രായഭേദമൊന്നുമില്ല. ചെറിയ പ്രൈമറി കുട്ടികൾ മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. 35 × 35 ഇങ്ങനെ ഒരു നമ്പർ പ്രത്യേകത നോക്കുക. ഇവിടെ 1ന്റെ സ്ഥാനത്ത് 5 വരുന്നുണ്ട് അല്ലെ, ഇവിടെ 5 ഇവിടെ 5 വരുന്നുണ്ട്. രണ്ടും ഒരേപോലെയുള്ള നമ്പറാണ്. കറക്റ്റ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ കൂളായിട്ട് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ 3ന്റെ താഴെ നിങ്ങൾ 4 എന്ന് എഴുതുക. 3ന്റെ താഴെ 4 എന്ന് എഴുതുക. എന്നിട്ട് 3 4 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 എന്ന് എഴുതുക. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 25 കിട്ടുമല്ലോ. ആ 25 ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ സംഭവമുള്ളൂ. 5നെ 5 കൊണ്ട് ഗുണിച്ച് 25 കിട്ടും. ലാസ്റ്റില് 3നെ തൊട്ടടുത്ത നമ്പർ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ 35 × 35 നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1225 കിട്ടും. അങ്ങനെയാണെങ്കിൽ 75 × 75 എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇത്രേ ആവശ്യമുള്ളൂ. ഇതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും പറയാണ്, 7ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 8. നോക്ക്, 3ന്റെ തൊട്ടടുത്ത നമ്പർ 4 ആണ്. 7ന്റെ തൊട്ടടുത്ത നമ്പർ 8 ആണ്. അത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 7 8 നമുക്ക് കിട്ടും 56. അപ്പൊ 5നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് അവസാനം എഴുതുക 25. അവിടെ ശ്രദ്ധിക്കുക, അവസാനം 2 നമ്പറിന്റെ അവസാനം 5 ആണ് വരുന്നത് എങ്കിൽ അവസാനം വരുന്നത് 2 എണ്ണം 25 ആയിരിക്കും. അപ്പൊ ഈ നമ്പർ കിട്ടാൻ വേണ്ടി മാത്രമേ പണിയുള്ളൂ. അത് 7നെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 65 × 65ന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആയല്ലോ. രണ്ടാമത്തെ ടൈപ്പ് നോക്കിക്കേ. 46 × 46 എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഈ 5 അല്ല അവസാനം വരുന്നത്, വേറൊരു നമ്പർ ആണ് വരുന്നത് അല്ലെ. 5 വരുന്നില്ല. 5 വരുമ്പോ എപ്പോഴും 25 വരുള്ളൂ. അങ്ങനെ വരുന്ന നമ്പർ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി അറിയോ? ആദ്യം ഇതിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ 4ന്റെ സ്ക്വയർ എഴുതുക 16. 6നെ 6 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന 6ന്റെ സ്ക്വയർ എന്ന് പറയും 36. 4നെ 4 കൊണ്ട് ഗുണിച്ച് 16, 6നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് 36 കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇനി ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഈ 4നെ 6 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 4 × 6 നമുക്ക് 24 എന്ന് കിട്ടുമല്ലോ. ആ 24ന്റെ ഡബിൾ എടുക്കുക. ഡബിൾ എത്രയാ വരിക? 24ന്റെ ഡബിള് ഇരട്ടി 48. ആ 48 ശ്രദ്ധിക്കുക, എഴുതേണ്ടത് ഈ 1ന്റെ സ്ഥാനത്ത് താഴെ ഇവിടെയല്ല 48 എന്ന് എഴുതേണ്ടത്. ഒരു പ്ലേസ് വിട്ട് ഇപ്പുറത്തേക്ക് എഴുതുക. അപ്പൊ ഇവിടെ 8 ഇവിടെ 4 കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് ചെയ്ത് കൂട്ടി നോക്കിയേ. നോക്കാം, 6 3 8 11. ബാക്കി നമുക്ക് 1 ഉണ്ടാവും. 6 4 10 1 11. ബാക്കി 1 ഉണ്ടാവും. 1 1 2. ഇതാണ് അതിന്റെ ആൻസർ കിട്ടുക. എത്ര എളുപ്പത്തിലായി നോക്കിയേ. 46 × 46 എന്ന് പറയുമ്പോൾ 4നെ 4 കൊണ്ട് ഗുണിച്ച് 16, 6നെ 6 കൊണ്ട് ഗുണിച്ച് 36. ഒന്നാമത്തെ വരിയിൽ ആയി. രണ്ടാമത്തെ വരിയിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. 4 6 24. ഓക്കെ, അപ്പൊ ഇതും ഗുണിച്ചോ, ഇതും കൂടെ ഗുണിച്ചോ. 4 6 24. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ 4നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി എടുത്താൽ മതി. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഈ 8 നേരെ 6 നേരെ എഴുതരുത്. അതിന്റെ തൊട്ട് ഇപ്പുറത്തെ നമ്പറിന് താഴെ എഴുതണം. അത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി.
അപ്പൊ 62 ഇൻറ്റു 62 നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എങ്ങനെയാ, 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 36. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? ശ്രദ്ധിക്കേ, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 4 കിട്ടുക. പക്ഷെ 2 നമ്പർ ഇത് എഴുതണം 4ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 04 എന്ന് എഴുതണം. ഒരു നമ്പർ ആണ് വരുന്നതെങ്കിൽ 0 ചേർത്തിട്ട് എഴുതണം. അപ്പൊ ഇതിനെ 04. ഇനി എന്താണ് ചെയ്യേണ്ടത്? 6നെ 2 കൊണ്ട് ഗുണിക്കുക. 6നെ 2 കൊണ്ട്, നേരത്തെ 6നെ 6 കൊണ്ട് ഗുണിച്ചു, 2നെ 2 കൊണ്ടാണ് ഗുണിച്ചത്. ഇനി 6നെ 2 കൊണ്ട് ഗുണിക്കുക. 6 2 12. ഇവിടെയും 6 2 12 ആയിരിക്കുമല്ലോ. അപ്പൊ 12 12 എത്ര കിട്ടും? 24. ആ 24 എഴുതുമ്പോ ഒന്ന് വിട്ടിട്ട് ഇപ്പുറത്തേക്ക് എഴുതുക. അപ്പൊ 24 ഇങ്ങനെ വരും. അപ്പൊ ഇനി എന്ത് ചെയ്താ? കൂട്ടിയാൽ മതി. 4 0 4 കൂട്ടി ആഡ് ചെയ്യുമ്പോ 4 6 2 8 3 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഐഡിയ മനസ്സിലായാലും 2 തരത്തിൽ വരാം. അപ്പൊ ഇതിൻ്റെത് മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി, ഇതിന് മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി. അതിനുശേഷം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4ന്റെ സ്ക്വയർ ഇവിടെ എഴുതി, 6ന്റെ സ്ക്വയർ ഇവിടെ എഴുതി, രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി താഴെ എഴുതി. ഓക്കെ, 6ന്റെ സ്ക്വയർ 36, 2ന്റെ സ്ക്വയർ 4, അതിനെ 04 എന്ന് എഴുതി. അപ്പൊ 6 2 12, 12ന്റെ ഡബിൾ ആണ് എഴുതേണ്ടത് 24. പിന്നെ നമ്മൾ കൂട്ടി നോക്കണം. 24 എഴുതുമ്പോൾ ഒരു സ്ഥാനം വിളിച്ച് ഇപ്പുറത്തേക്ക് എഴുതണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? നോക്ക്, 37 ഇൻറ്റു 37 നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. നോക്ക്, 31 ഇൻറ്റു 51. ഈ നമ്പറിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ അവസാനം 2 നമ്പറിന്റെ അവസാനം വരുന്നത് 1 ആണ് അല്ലെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഇതിന്റെ ആൻസർ പറയാം. ഒന്നിനെ 1 കൊണ്ട് ഗുണിക്കുക, നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇനി അതിനുശേഷം 3 5 കൂട്ടുക, അപ്പൊ കിട്ടും 8. പിന്നെ 3നെ 5 കൊണ്ട് ഗുണിക്കുക, ആ ഉത്തരം 15. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒന്നും കൂടെ ഞാൻ പറയാം. ആദ്യം ചെയ്തത് 1നെ 1 കൊണ്ട് ഗുണിച്ചു 1, പിന്നെ 3ഉം 5ഉം കൂട്ടി 8, പിന്നെ 3നെ 5 കൊണ്ട് ഗുണിച്ചു 15. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ഗുണിച്ചു, കൂട്ടി, ഗുണിച്ചു. ഓക്കെ, ഇത് നമ്മൾ കൂട്ടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയി. അപ്പൊ 1ൽ അവസാനിക്കുന്ന 2 അക്ക സംഖ്യകൾ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇതുവഴി. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എത്ര വരും നിങ്ങൾ നോക്കിയാൽ, 1നെ 1 കൊണ്ട് ഗുണിച്ചു 1, പിന്നെന്താ വേണ്ടത്? 6 7 കൂട്ടണം. 6 7 കൂട്ടി അത്ര 13 ആണ് വരിക. അപ്പൊ 2 നമ്പർ വന്നത് കൊണ്ട് നമ്മൾ 13ലെ 3നെ മാത്രം ഇവിടെ എഴുതുക, ബാക്കി 1 ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? 6 7 ഗുണിക്കുക 42, 42 1 നമുക്ക് ഉത്തരം കിട്ടും 43. ഓക്കെ, 2 സന്ദർഭങ്ങളും അറിയണം. അപ്പൊ കൂട്ടിയിട്ട് ഈ 10ൽ മേലെ വരുമ്പോൾ ഉള്ള സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത് ഒരു നമ്പർ എഴുതി ബാക്കി നമ്പർ ക്യാരി ഓവർ ചെയ്യുക. അപ്പൊ 1ൽ അവസാനിക്കുമ്പോൾ ട്രിക്ക് മനസ്സിലായല്ലോ? നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ തരുന്നത് 81 ഇൻറ്റു 41. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റ് ബോക്സിൽ എഴുതുക. ഇനി നോക്കൂ, 12 ഇൻറ്റു 14. ഈ നമ്പറിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ ഇവിടെ 1 എന്ന് പറയുന്നത് ഇടതു ഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ് 10ന്റെ സ്ഥാനത്താണ് ഉള്ളത് അല്ലെ? മറ്റേ 2 വ്യത്യാസം നോക്ക്, ഇതിന്റെ നേരെ തിരിച്ചിട്ടാണ് ഇത് വരുന്നത്. നോക്ക്, ഇവിടെ 1ന്റെ സ്ഥാനത്താണ് 1 വരുന്നത്, ഇത് 10ന്റെ സ്ഥാനത്താണ് 1 വരുന്നത്. ബാക്കി 2 നമ്പറും വെവ്വേറെ നമ്പറുകളാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നോക്കിക്കോ, ഈ 12 ഇതില് രണ്ടും ഈ 2 നമ്പറുകളില് നമ്മൾ ആദ്യം ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 2നെ 4 കൊണ്ട് ഗുണിക്കുക, നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും, നമുക്ക് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് 12ന് 4 കൂട്ടിയാൽ മതി, അത് 16 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇടത് ഭാഗത്താണ് 1 വരുന്നതെങ്കിൽ നമ്മൾ താഴത്തതിന്റെ ഈ 1ന് നമുക്ക് ആവശ്യമില്ല, ഉത്തരം കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക. ഈ 12ന്റെ അപ്പുറം ഈ 4 കൂട്ടിയിട്ട് ഇവിടെ എഴുതിയാൽ മതി. 12ന്റെ കൂടെ തന്നെ 4 കൂട്ടിയാൽ മതി. അതിന്റെ ഉത്തരം 168 എന്ന് ആയിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 17 ഇൻറ്റു 16 വരുമ്പോ എന്താ? ഈ 1ന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല.
നമുക്ക് 7 6 നമ്മൾക്ക് എത്ര കിട്ടും? 7 6 42. 42. 42 2. ബാക്കി നമുക്ക് എത്രയുണ്ട്? അവിടെ 4 ഉണ്ട് അല്ലെ? ഒരു നമ്പർ എഴുതിക്കൊള്ളൂ, ബാക്കി നമുക്ക് 4 ഉണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ 17ഉം 6ഉം കൂട്ടുക, നമുക്ക് എത്ര കിട്ടും? 23 കിട്ടും. 23ന്റെ പരം 4 കൂട്ടുക, അപ്പൊ എത്ര കിട്ടും? 27 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയുണ്ട്? നിങ്ങൾ പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ? 17ഉം അതാ ഇത് ആദ്യം ഇതിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി, പിന്നെ അതിനുശേഷം 2 നമ്പർ വന്നതുകൊണ്ട് ഒരു നമ്പർ ക്യാരി ഓവർ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 17ഉം 6ഉം കൂട്ടിയിട്ട് 23ഉം ഈ 4ഉം കൂട്ടി നമ്മൾ 27 എഴുതി. ഈസി ആണല്ലോ? ഐഡിയ മനസ്സിലായല്ലോ? ഇപ്പൊ ഇടത് ഭാഗത്ത് 2 സ്ഥലത്ത് 1 വരുമ്പോ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 17ഉം 6ഉം കൂടെ കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്യാരി ഓവർ ചെയ്യാൻ 2 നമ്പർ വരുമ്പോ ക്യാരി ഓവർ ചെയ്യാം. ഇനി ഇതൊക്കെ പറയുന്നത് ഓരോ പ്രത്യേകതകൾ വെച്ചിട്ടുള്ള നമ്പറുകളാണ് അല്ലെ? ഇവിടെ എന്താ അവസാനം 5 വരുന്ന നമ്പറുകൾ, ഇവിടെ എന്താണ് നോക്കിയ ഒരേപോലെയുള്ള 2 നമ്പറുകൾ, ഇത് 1ന്റെ സ്ഥാനത്ത് 1 വരുന്ന 2 വ്യത്യസ്ത നമ്പറുകൾ, ഇത് 1ന്റെ സ്ഥാനം 10ന്റെ സ്ഥാനത്ത് 1 വരുന്നത് അല്ലെ? ഇടത് ഭാഗത്ത് 1 വരുന്ന നമ്പർ. ഇങ്ങനെ പ്രത്യേകതകൾ വരുമ്പോഴാണ് ഇതുപോലുള്ള ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. 15 × 13. ഇത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയിടുക. ഇനിയാണ് ഏത് നമ്പർ വന്നാലും ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ്. ഏത് നമ്പർ ആയിക്കോട്ടെ, അതിന് 1 അവിടെ വേണമെന്നില്ല, 1 ഇവിടെ വേണമെന്നില്ല, 5 വേണമെന്നില്ല, 6 വേണമെന്നില്ല, ഏത് നമ്പർ വന്നാലും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ മിടുക്കരായ കുട്ടികൾ ഈ രീതി മനസ്സിലാക്കുക. അപ്പൊ എന്താണ് അതിന്റെ വഴി എന്ന് ചോദിച്ചാൽ, ആദ്യം ചെയ്യുന്നത് ഈ 2ഉം 3ഉം കൂടെ ഗുണിച്ചിട്ട് അതിന്റെ താഴെ എഴുതുക 6. സംശയമൊന്നുമില്ലല്ലോ? 2ഉം 3ഉം ഗുണിച്ചു. നോക്കേ, ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അതിന്റെ ചിത്രം വരക്കാം. അതായത് ഇത് 2 നമ്പർ, ഇത് 4, ഇത് 2 ആണെന്ന് വിചാരിച്ചു, ഇത് 5, ഇത് 3 ആണെന്ന് വിചാരിച്ചു. ആദ്യം ചെയ്തത് എന്താ? ഈ 2ഉം 3ഉം കൂടെ ഗുണിച്ചു, ഇത് 2ഉം തമ്മിൽ ഗുണിച്ചു, അതിവിടെ 6 എഴുതി. കറക്റ്റ് അല്ലേ? ഇനി ചെയ്യാൻ പോകുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് മാത്രം ശ്രദ്ധിക്കണ്ടു. ഈ 4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 2ഉം 5ഉം ഗുണിക്കുക, ക്രോസിൽ എക്സ് നമ്മൾ എഴുതുന്ന മാതിരി 2ഉം 5ഉം ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇത് 2ഉം കൂടെ കൂട്ടുക, 12ഉം 10ഉം എത്ര കിട്ടി? 22. ആ 22ന്റെ 2 എഴുതുക, ബാക്കി 2 ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ? 4ഉം 5ഉം ഗുണിക്കുക, 4 5 20, 20 2 22. ഇത് വളരെ ഫാസ്റ്റ് ആയി ചെയ്യുക. അപ്പൊ നമ്മൾ ചിത്രത്തിൽ എങ്ങനെയാ വരല്? ആദ്യം ഇത് 2ഉം കൂടെ ഗുണിച്ചു, 6 കിട്ടി, ഗുണിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചു. ഞാൻ വേറെ ചിത്രം വേറെ വരക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത് ചെയ്ത സ്റ്റെപ്പ് ഏതാ? രണ്ടാമത് ചെയ്ത സ്റ്റെപ്പ് ഇങ്ങനെയും ഇങ്ങനെയും ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് തമ്മിൽ കൂട്ടുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ് 2 നമ്പറുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിനെ കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. ഐഡിയ മനസ്സിലായില്ലേ? ദാ ഈ തരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഏത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാനൊരു വേറൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വായിക്കുന്ന, ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നോക്ക്, ഇപ്പൊ നോക്ക്, 56 × 82. ഇത് 2 മൾട്ടിപ്ലൈ എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? ആദ്യം ചെയ്യുന്നത് ഇതും ഇതും തമ്മിൽ അറ്റത്തുള്ളത് 2ഉം ഗുണിക്കുക. 6 2 നമുക്ക് കിട്ടും. 6ഉം 2ഉം കൂടെ ഗുണിക്കണം. 6 2 നമുക്ക് എത്ര കിട്ടും? നമുക്ക് 12 കിട്ടും. ബാക്കി നമുക്ക് അവിടെ 1 ഉണ്ട്. 6 2 12 2 കഴിച്ച് ബാക്കി 1 ഉണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ? എക്സ് പോലെ ഗുണിക്കുക. ഇതിന് ഇങ്ങോട്ട്, ഇതിനെ ഇങ്ങോട്ട്. നോക്ക്, 5 2 നമുക്ക് എത്ര കിട്ടും? 10. 6 8 നമുക്ക് കിട്ടും 48. അപ്പൊ 10ഉം 48ഉം കൂട്ടാൻ നമുക്കറിയാം 58, 58. 58ഉം ഈ 1ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 59. ബാക്കി നമുക്ക് ക്യാരി ഓവർ ഇത് പോയി, ബാക്കി 5 ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ? 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 40, 40 5
45. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറിന്റെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 72 ഇൻറ്റു 43 ആണ് ചെയ്യേണ്ടത് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ആൻസർ 2 3 6 7 3 21 2 4 8 21 8 29 ബാക്കി 2 7 4 28 2 30. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ 3096 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ ഈ രീതി ഒന്ന് മിടുക്കരായ കുട്ടികൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ സ്റ്റെപ്പുകളൊന്നും കൂടുതൽ, സ്കൂളിലത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ എത്ര വരും? 3 സ്റ്റെപ്പ് വരും. 2 സ്റ്റെപ്പ് ചെയ്യാനും അത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള 3ാമത്തെ സ്റ്റെപ്പ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ 5 ട്രിക്കുകൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. സ്കൂളിൽ പോയി കൂട്ടുകാരോട് പറയുക. ഓക്കെ, മിടുക്കരായിട്ട് മാത്തമാറ്റിക്സിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയ ട്രിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.